നിങ്ങൾ ഡ്രീം ഇലവൻ കളിക്കുന്നവരാണ്, നിങ്ങൾക്ക് കോടികൾ നേടാനുള്ള ആഗ്രഹമുണ്ട്, 4 കോടി 5 കോടി എന്നൊക്കെ ഡ്രീം ഇലവനിൽ കാണില്ല. ഇതൊക്കെ നേടണ്ടേ? ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ കൂടെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ലക്ഷമോ 2 ലക്ഷമോ അല്ലെങ്കിൽ ഒരു 30 ലക്ഷമോ അങ്ങനെയൊക്കെ നേടാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലേ? അപ്പം ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്തിട്ട് ഇനിയുള്ള IPL മാച്ചസിൽ അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ 100% ഞാൻ പറയില്ല, എന്നാൽ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ടൊരു ടൂൾ ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ കളിക്കണം, ഏത് രീതിക്ക് കളിക്കണം എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് ഈ OG11 എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു OG11ൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഷെഡ്യൂൾ എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന മത്സരങ്ങളുടെ ഷെഡ്യൂൾസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു മാച്ചിൽ ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ നമ്മുടെ CSK വേഴ്സസ് RCB തമ്മിലുള്ള മത്സരത്തിൽ നിങ്ങൾക്കൊരു ടീം ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ എത്ര ടീം ക്രിയേറ്റ്, നമ്മുടെ ഡ്രീം ഇലവനിൽ അപ് ടു 40 ടീം 40 ടീം ഒരു അറ്റ് എ ടീം ഇടാൻ പറ്റുന്ന ഒരു കിടിലൻ ഫീച്ചർ വന്നിട്ടുണ്ട്. ഡ്രീം ഇലവൻ മാത്രമല്ല, നമ്മുടെ വിഷൻ ഇലവൻ ആയാലും അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷനിൽ 50 ടീം വരെയൊക്കെ ഇടാൻ പറ്റുന്ന ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ നല്ല കിടിലായുള്ള ഒരു ആപ്പാണ് ഇത്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു യൂസർ ഇൻ്റർഫേസ് വരും. സോ അതിൽ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ കോഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. SP4TECH ഇവിടെ എഴുതി കാണിക്കുക, ഇതാണ് എൻ്റെ കോഡ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അത് സോർട്ട് ഔട്ട് ചെയ്ത്, അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഈ ഒരു ഷെഡ്യൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് മത്സരങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ടീമാണ് ഇടേണ്ടതെന്നാണ് ഇവിടെ ആദ്യത്തെ ഈ ഒരു ക്രിയേറ്റീവിലുള്ളത്. പിന്നെ SL ടീം, നിങ്ങൾക്ക് SL ടീം ലാസ്റ്റ് മാച്ച് തുടങ്ങുന്നതിന് ഒരു 20 മിനിറ്റ് മുന്നേ ഇവിടെ വരും. പക്ഷേ അതിന് നിങ്ങൾ ഏകദേശം ഒരു 5 കോയിൻ കൊടുക്കണം. 5 കോയിൻ പറഞ്ഞാൽ 5 രൂപ തന്നെയാണ്. അതുപോലെ തന്നെ ടീം നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ച ടീം ഉണ്ടെങ്കിൽ ഇവിടെ വരും. അതുപോലെ തന്നെ സ്റ്റാറ്റ്സ് 5 രൂപ കൊടുത്ത് തന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റ്സും കിട്ടും. ഓക്കെ, അപ്പോൾ അത് സ്റ്റാറ്റ്സ് എങ്ങനെ കിട്ടുക ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ GT വേഴ്സസ് SRH മാച്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാറ്റ്സ് പോയി കഴിഞ്ഞാൽ 5 രൂപ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യൂസ് 5 കോയിൻസ്. ഓക്കെ, ഇതാ സ്റ്റാറ്റ്സ് വന്നു. നമ്മുടെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. ഇവിടുത്തെ റെക്കോർഡ്സ് ആരൊക്കെ കളിക്കാൻ ചാൻസ് ഉള്ളത്, അതുപോലെ തന്നെ അവരുടെ ഇമ്പാക്ട് പ്ലെയർ ആരായിരിക്കാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ H2H റെക്കോർഡ്സ്, അതുപോലെ തന്നെ ഓരോ പ്ലെയേഴ്സിൻ്റെയും റീസെൻറ്റ് ഫോം, സെക്കൻഡ് ഇന്നിങ്സിൽ എത്ര നന്നായി കളിക്കും, ഫസ്റ്റ് ഇന്നിങ്സിൽ എത്ര നന്നായി കളിക്കും, അതുപോലെ തന്നെ അവർ എത്ര പ്രാവശ്യം ഔട്ടായിട്ടുണ്ട്, ഈ ഒരു പ്ലെയർ എത്ര പ്രാവശ്യം ഡിസ്മാൻഡിൽസ് വന്നിട്ടുണ്ട്, പ്ലെയേഴ്സിൻ്റെ ബാറ്റിൽ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസും ക്യാപ്റ്റൻ VC ഓപ്ഷൻസും എല്ലാം അടങ്ങിയ ഒരു സ്റ്റാറ്റ്സ് 5 കോയിൻ കൊടുത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ പറഞ്ഞത് ടീം ഇടുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് എത്ര ടീം ഇടണം, ഒരു 10 ടീമാണോ അല്ല 5 ടീമാണോ അതോ 15 ടീമാണോ 20 എത്ര വേണേലും ഇടാം. ഇപ്പം നിങ്ങൾക്ക് ഒരു 5 ടീമാണെന്ന് വെച്ചോ. ഓക്കെ, 5 ടീം വെച്ചു. 5 ടീമിൽ നമുക്ക് ലോക്ക് പ്ലെയേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ലോക്ക് പ്ലെയറിനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് പ്ലെയേഴ്സിനെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ റിസ്ക് എന്ന് കാണാൻ പറ്റുന്ന ഒരു പ്ലെയർ ഉണ്ടല്ലോ. ഈ റിസ്ക് എന്നുള്ളത് ഏകദേശം 25% താഴെ സെലക്ട് ചെയ്ത ആൾക്കാരാണ്. മീഡിയം എന്ന് പറയുന്നത് 25-നും 50-നും ഇടയ്ക്ക് ചൂസ് ചെയ്ത ആൾക്കാരാണ്. അതുപോലെ തന്നെ ഈ ലോ എന്ന് പറഞ്ഞത് അതായത് ഏകദേശം 25-ന് താഴെ ആ ഒരു ലെവലിലുള്ള ഒരു പ്ലെയേഴ്സ് തന്നെ. മീഡിയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 50 to 75-ന് ഇടയ്ക്കും, ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-നും 25-നും ഇടയ്ക്കാണ് കേട്ടോ. റിസ്ക് എന്ന് പറഞ്ഞാൽ 25-ന് താഴെയുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാലോ 75 to 100 ഏകദേശം ആ ഒരു റേഞ്ചിലുള്ള പ്ലെയേഴ്സാണ്. സോ നമുക്കിവിടെ ആരെയൊക്കെ ചൂസ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിൽ ഫിലിപ്പ് സാൾട്ട് വേണമെന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് മിനിമം ഒരു 16 പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ക്യാപ്റ്റൻ VCനെ സെലക്ട് ചെയ്യണം. അത് ഒരു 3 ക്യാപ്റ്റൻ VCനെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ 5 ഫേവറേറ്റ് പ്ലെയേഴ്സിനെയും കൂടെ സെലക്ട് ചെയ്യാം. ഫേവറേറ്റ് പ്ലെയർ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഫിലിപ്പ് സാൾട്ടിനെ എടുത്തു. അതുപോലെ തന്നെ ബാറ്റ്സ്മാൻമാരിൽ നന്നായി കളിക്കാൻ ചാൻസ് ഉള്ള ആരൊക്കെയാണെന്ന് നോക്കിയോ. അപ്പോൾ നിങ്ങൾക്ക് ബ്രേവ്സ് നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ട്, ശിവാൻ ദൂബെ നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ട്, വിരാട് കോഹ്ലി, ദേവൂട്ട് പടിക്കൽ, രഞ്ജിത്ത് പടിദാർ ഇവരൊക്കെ നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ട്. ഓൾറൗണ്ടേഴ്സിലാണെങ്കിൽ നമ്മുടെ സാം കർൺ ഉണ്ട്, ജഡേജ ഉണ്ട്, അതുപോലെ തന്നെ കൃണോൾ ഉണ്ട്. ഏകദേശം 9 പേരായി. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 7 പേര് കൂടെ വേണം, കാരണം 16 ആക്കണമല്ലോ. ബൗളിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഖലീൽ അഹമ്മദ് ഉണ്ട്, മദീഷ പതിരാന ഉണ്ട്, നൂർ അഹമ്മദ് ഉണ്ട്, അതുപോലെ തന്നെ ഭുവനേശ്വർ ഉണ്ട്, ജോസ് ഹേസൽവുഡ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം 14 പ്ലെയേഴ്സായി. പിന്നെ ഇതിലിനി ഇപ്പോൾ റിസ്ക് ആയിട്ട് ഒരു പ്ലെയറിനെ കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ
മൽഹോത്ര അത് നല്ലൊരു പ്ലെയറാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഒരാളെ കൂടെ എടുക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗളിങ്ങിൽ ഒരു നന്നായി പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ആരാന്ന് നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യാഷ് ടയാലിനെ എടുക്കാം, നല്ലൊരു പെർഫോമൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏകദേശം 16 പ്ലെയേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് ആണ്. ഈ ക്യാപ്റ്റൻ VC ഓപ്ഷൻസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ 16 പ്ലെയേഴ്സിൽ ആരെ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ക്യാപ്റ്റൻ VC പോകണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബ്രേവ്സ് നല്ല പെർഫോമൻസ് ആയതുകൊണ്ട് നമുക്ക് ക്യാപ്റ്റൻ VC അദ്ദേഹത്തിനെയും കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിരാട് കോഹ്ലി നന്നായി കളിക്കാൻ ചാൻസ് ഉള്ള അദ്ദേഹത്തിന് ക്യാപ്റ്റൻ VC കൊടുക്കാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ആരാ നമ്മുടെ ബൗളേഴ്സിലാണെങ്കിൽ നമ്മുടെ ഖലീൽ അഹമ്മദോ അല്ലെങ്കിൽ ജോസ് ഹേസൽവുഡ് നല്ല പെർഫോമൻസ് ആയതുകൊണ്ട് അദ്ദേഹത്തെ കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ഇനി ഒരാളെ കൂടെ കൊടുക്കാം. ഏകദേശം ഒരു 5 പ്ലെയേഴ്സിന് വരെ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് സാംകറിനെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു മിനിമം 3 എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് 4-5 വരെ കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് എത്ര വരെ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം എനിക്ക് ഇവരൊക്കെ നന്നായി കളിക്കാൻ ചാൻസ് ഉള്ളത്, സോ അവർക്ക് നമ്മൾ ക്യാപ്റ്റൻ VC കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഇനി എല്ലാ ടീമിലും നിങ്ങൾക്ക് ഈ ഒരു പ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഈ സ്റ്റാർ യൂസ് ചെയ്ത് പിക്ക് ചെയ്യാം. ഈ സ്റ്റാർ കണ്ടില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ടീമിലും ഫിലിപ്പ് സാൾട്ട് വേണമെങ്കിൽ ഫിലിപ്പ് സാൾട്ടിൻ്റെ സ്റ്റാർ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ ടീമിലും നിങ്ങൾക്ക് ഡേവിഡ് ബ്രൈസ് വേണമെങ്കിൽ സ്റ്റാർ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ ടീമിലും നിങ്ങൾക്ക് വിരാട് കോഹ്ലി വേണമെങ്കിൽ സ്റ്റാർ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ ടീമിലും സാംകറൻ വേണമെങ്കിൽ സ്റ്റാർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരൊക്കെ വേണോ അവർക്കൊക്കെ നിങ്ങൾ സ്റ്റാർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ സ്റ്റാർ കൊടുത്തു, ഏകദേശം 5 പ്ലെയേഴ്സിനെ കൊടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പ്രൈം അല്ല, ഇത് നമ്മളെ ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണ്, സിമ്പിൾ ടൂളാണ്. ഈ ടൂൾ യൂസ് ചെയ്ത് നമ്മളൊരു ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മളായിട്ട് തന്നെയാണ് ടീം ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു 22 പ്ലെയർ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ആരൊക്കെ നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 15-16 ഉണ്ടാവും. അപ്പോൾ 16 പേരാണെങ്കിൽ ആ 16 പേരുള്ള കോമ്പിനേഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 16 ടീമിൻ്റെ കോമ്പിനേഷൻ വൈസ് നമുക്കൊരു ടീം ജനറേറ്റ് ചെയ്ത് തരുന്ന ഒരു സിമ്പിൾ ടൂളാണിത്. ഒരു ആപ്പ് എന്ന് പറയുന്നതിനേക്കാളും ഒരു സിമ്പിൾ ടൂൾ എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. 5 കോയിനാണ്, ഏകദേശം 5 രൂപയാണ് എനിക്കിത് ചിലവാകുന്നത്. ഞാൻ ജനറേറ്റ് കൊടുക്കാൻ പോവുകയാണ്. 1 2 ഒരു ജസ്റ്റ് 2 സെക്കൻഡിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു, കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ. നമ്മൾ 5 ടീം വേണമെന്ന് പറഞ്ഞു. 5 ടീം നമുക്കിവിടെ സെലക്ട് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണണ്ട, ഇപ്പോൾ ലിസ്റ്റായിട്ട് കാണണമെങ്കിൽ ഇതെങ്ങനെ ലിസ്റ്റായിട്ടും കാണാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയോ, നമ്മുടെ ഫസ്റ്റ് ടീമിൽ നമ്മുടെ ഹേസൽവുഡും ബ്രേവ്സും ആണ് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ആയിട്ട് വന്നത്. സെക്കൻഡ് ടീമിൽ വിരാട് കോഹ്ലിയും സാംകറിനുമാണ്. അതുപോലെ തന്നെ തേർഡ് ടീമിൽ വിരാട് കോഹ്ലിയും പടിതാറുമാണ് വന്നിരിക്കുന്നത്. 4ാമത്തെ ടീമിൽ ഇതിപ്പോൾ വിരാട് കോഹ്ലിയും സാംകറൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 5ാമത്തെ ടീമിൽ പടിതാറും അതുപോലെ തന്നെ ഹേസൽവുഡും വന്നിട്ടുണ്ട്. നമ്മൾ ചൂസ് ചെയ്ത ആൾക്കാരെയാണ് ക്യാപ്റ്റൻ VC വന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിസ്ക് ആയിട്ട് ക്യാപ്റ്റൻ VC വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ടീം വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ലൈനപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ആൾക്കാരെ നോക്കി ടീം ഇടലൊന്നും നടപടിയാവുന്ന കാര്യമില്ല. അപ്പോൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യത്തിൽ 100% ഷുവറായിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഈ ഒരു ആപ്പ്. അപ്പോൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെറിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഒരു 100 നമുക്ക് ഈ ഒരു ആപ്പിൽ ക്യാഷ് ആഡ് ചെയ്യാനായിട്ട് ഒരു പരിപാടി കൂടി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ചെറിയ എമൗണ്ട് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 5 രൂപ 10 രൂപയായിട്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. മിനിമം ഒരു 100 200 അങ്ങനെ ഒരു ചെറിയൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളിവിടെ 100 രൂപയ്ക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചത്, 100 രൂപ ആഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 100 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ ബോണസ് ആയിട്ട് ഒരു 5 പോയിന്റ് കിട്ടും. അപ്പോൾ 105 പോയിന്റ് കിട്ടും. ഒരു ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ ഒരു 20 ടീം ഇറക്കുകയാണെങ്കിൽ 20 പോയിന്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകത്തുള്ളൂ. ഇപ്പോൾ പിന്നെ ഒരു 40 ടീം ഇറക്കുകയാണെങ്കിൽ 40 പോയിന്റേ പോകത്തുള്ളൂ. അപ്പോൾ 40 ടീമിന് 1 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത്രയും കോമ്പിനേഷൻസ് ഒരൊറ്റ അടിക്ക് പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്ത ഒരു ആപ്പാണ്. ഈ ഒരു ആപ്പ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അവരെ ടീമൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്ക് അടിച്ചല്ലോ, അപ്പോൾ അത് പോകുമെന്ന് വിചാരിക്കും. പക്ഷേ ഇല്ല, നമുക്കിവിടെ സേവ്ഡ് ടീംസിൽ നമ്മുടെ ഈ ഒരു ആപ്പ് നമ്മൾ ചൂസ് ചെയ്ത് നമ്മളെ പ്ലെയേഴ്സ് എല്ലാം ടീമൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ തൽക്കാലം നമ്മുടെ IPL മാച്ചസ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഇനിയുള്ള ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ തീർച്ചയായിട്ടും എല്ലാ മത്സരങ്ങളും കൊണ്ടുവരാനായിട്ട് ഈ ഒരു ആപ്പ് തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കും. സോ എന്തായാലും ഇതുവരെ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെഫറൽ കോഡ് വഴി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട, നമ്മുടെ പ്ലേ സ്റ്റോറിലോട്ട് വന്ന് OG11 എന്ന് സെർച്ച് ചെയ്താൽ മതി. അല്ല നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴിയാണ് കയറുന്നത് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കിഡിലനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, കാരണം അത്രയും നല്ല രീതിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. അപ്പോൾ എത്രയേ ഉള്ളൂ, തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ.